അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇനി ടെക്സ്റ്റിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഇനി ഫെറസ് ക്ലോറൈഡ്, ഫെറിക് ക്ലോറൈഡ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടെക്സ്റ്റിൽ ഇനി ഫില്ല് ചെയ്യാനുള്ളത് നോക്കി നോക്കൂ. FeCl2 ഉണ്ടോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ. FeCl2ൽ എത്രയാണ് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അയൺ ഡൊണേറ്റ്സ് 2 ഇലക്ട്രോൺസ്. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് Fe2 പ്ലസ്. സിമ്പൽ ഓഫ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ +2 എന്ന് എഴുതിയാൽ മതി കേട്ടോ. ദെൻ സിമ്പിൾ ഓഫ് Fe അയൺ എന്താ വരിക? Fe2 പ്ലസ്. ഉണ്ടോ അയേൺസ് എന്ന് പറയുമ്പോൾ ചാർജ്ഡ് ആറ്റം. നമ്മൾ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ കാണിക്കുമ്പോഴാണ് എന്ത് പറയുക? അയോൺസ് എന്ന് പറയുക. ദെൻ FeCl3ൽ എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക? +3. സോ സിമ്പിൾ ഓഫ് ദി Fe അയേൺ ഈസ് Fe3 പ്ലസ്. ദെൻ അതേപോലെ ഇവിടെ നോക്കിയാൽ 1s2 2s2 2p6 3s2 3p6 4s2 3d6 അയണിൻ്റെ തന്നിട്ടുണ്ട്. ദെൻ ഹൗ ഡസ് Fe ചേഞ്ചസ് ടു Fe2 പ്ലസ്. Fe എങ്ങനെയാണ് Fe2 പ്ലസ് ആയിട്ട് മാറും? എങ്ങനെയാണ്? Fe ഡൊണേറ്റ്സ് 2 ഇലക്ട്രോൺ ആൻഡ് ചേഞ്ചസ് ടു Fe2 പ്ലസ് അയോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ഡൗൺ ദി സബ്ഷെൽ കോൺഫിഗറേഷൻ ഓഫ് Fe2 പ്ലസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ Fe2 പ്ലസിൻ്റെ കോൺഫിഗറേഷൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ നോക്കിയേ FeCl3 അയൺ ലോസസ് 3 ഇലക്ട്രോൺ ആൻഡ് ഫോം Fe3 പ്ലസ്. ദെൻ അതിൻ്റെ കോൺഫിഗറേഷനും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കേസിൽ Feയുടെ നമ്മൾ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് മാംഗനീസ് is the element with atomic number 25. അറ്റോമിക് നമ്പർ 25 ഉള്ള ഒരു എലമെൻ്റ് ആണ് ഇത് മാംഗനീസ് എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ 25 ആണ് മാംഗനീസിൻ്റെ. അപ്പോൾ മാംഗനീസിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 25 വരുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? നോക്കി നോക്കൂ. മാംഗനീസ് വിത്ത് അറ്റോമിക് നമ്പർ 25. സോ ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് 1s2 2s2 2p6 3s2 3p6 4s2 പിന്നെ എന്ത് വരും? 3d5. ദിസ് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് മാംഗനീസ്. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താ? ഹിയർ MnCl2 MnO2 Mn2O3 Mn2O7 ആർ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് മാംഗനീസ്. ഇവിടെ മാംഗനീസിൻ്റെ കുറേ കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്തണം. കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതണം. നോക്കിയേ ഫസ്റ്റ് MnCl2. MnCl2ൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരിക? MnCl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ മാംഗനീസ് റിയാക്ട് വിത്ത് 2 ക്ലോറിൻ ആറ്റം അല്ലേ? മാംഗനീസ് 2 ക്ലോറിനാറ്റായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലേ MnCl2. അപ്പോൾ ഇവിടെ നമുക്കറിയാം MnCl2ൽ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. സോ ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് 287 വരും. സോ ക്ലോറിൻ നീഡ്സ് ഈച്ച് ക്ലോറിൻ ആറ്റം നീഡ്സ് 1 ഇലക്ട്രോൺ ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ അല്ലേ? മാംഗനീസുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്ന് MnCl2 എന്നുള്ളൊരു കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇതിലെ ഓരോ ക്ലോറിൻ ആറ്റത്തിനും 1 ഇലക്ട്രോൺ വീതം വേണം. ഇത് ഡൊണേറ്റ് ചെയ്യാൻ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? മാംഗനീസ് മാത്രമേ ഇതിനെ ഡൊണേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ടോട്ടൽ മാംഗനീസ് എന്ത് ചെയ്യണം? ഇവിടെ ഇലക്ട്രോനെ ഡൊണേറ്റ് ചെയ്യുന്നത് ആരാ? മാംഗനീസ് മാത്രമാണ് ഇലക്ട്രോനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടലി മാംഗനീസ് ഡൊണേറ്റ് 2 ഇലക്ട്രോൺ ആൻഡ് ഫോംസ് Mn2 പ്ലസ് അയോൺ. കണ്ടോ? ഈ ക്ലോറിനും 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു, ഈ ക്ലോറിനും 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേസിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് വരും? +2. സോ ഇവിടെ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ Mn2 പ്ലസിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക? ആ കോൺഫിഗറേഷൻ നമ്മൾ മാംഗനീസിൻ്റെ കോൺഫിഗറേഷനിൽ നിന്ന് ഉണ്ടാക്കണം. മാംഗനീസിൻ്റെ കോൺഫിഗറേഷൻ ഇതാണ് ലാസ്റ്റ്. Mn2 പ്ലസ് മീൻസ് മാംഗനീസ് ഡൊണേറ്റ്സ് 1 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ. മാംഗനീസ് ഇവിടെ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് ഫ്രം ഔട്ടർ മോസ്റ്റ് 4s ആൻഡ് 3d. ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നത് ഏതിലാ? ഔട്ടർ മോസ്റ്റ് 4s എന്ന് 3d എന്നുമാണ്. അപ്പോൾ ആദ്യം ഡൊണേറ്റ് ചെയ്യുന്നത് 4s എന്ന്. അപ്പോൾ Mn2 പ്ലസ് എന്ന് പറയുമ്പോൾ മാംഗനീസ് 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു. അത് എവിടുന്നാ? അത് 4s എന്നാണ്. അപ്പോൾ Mn2 പ്ലസിൻ്റെ കോൺഫിഗറേഷൻ എന്ത് വരും? 1s2 2s2 2p6 3s2 3p6 3d5 വരെ.
ഇതാണ് Mn2+. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, MnO2 ആണ് നെക്സ്റ്റ്. MnO2 means manganese react with 2 oxygen atom. ഇവിടെ മാംഗനീസ് 2 ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക നോക്കാം. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരും? 2,6 വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ മാംഗനീസ് ഓക്സിജനുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ഓക്സിജൻ ആറ്റത്തിനും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺ വേണം? ഈ ഓക്സിജനും 2 ഇലക്ട്രോൺ വേണം, ഈ ഓക്സിജനും 2 ഇലക്ട്രോൺ വേണം. ഹിയർ മാംഗനീസ്, ഇവിടെ മാംഗനീസ് മാത്രമാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാംഗനീസാണ് ഈ 2 ഓക്സിജൻ ആറ്റത്തിനും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോണിനും 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണം. ആൻഡ് ദിസ് ഓക്സിജൻ ആൾസോ നീഡ്സ് 2 ഇലക്ട്രോൺ. ടോട്ടൽ മാംഗനീസ് ഇവിടെ എത്ര ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു? 4 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു. സോ മാംഗനീസ് ഫോംസ് Mn4+. അപ്പോൾ ഇവിടുത്തെ കേസിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് വരും? Mn4+. അപ്പോൾ ഇവിടെ +4 എന്ന് എഴുതി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി അതിൻ്റെ സബ്ഷെൽ Mn+4ൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എന്താ വരിക നോക്കി നോക്കൂ. മാംഗനീസിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ ഇതാ 4s2 3d5 ആണ്. അപ്പോൾ Mn4+ൻ്റെ എന്ത് വരും? Mn4+ എന്ന് പറയുമ്പോൾ മാംഗനീസ് 4 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 electrons are donated from 4s and again 2 electrons are donated from 3d. 3d എന്ന് 4s എന്ന് ആദ്യം 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, പിന്നെ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് എവിടുന്ന? 3d എന്നാണ്. അപ്പോൾ Mn4+ൻ്റെ കോൺഫിഗറേഷൻ 1s2 2p6 3s2 3p6 3d3 വരെ വരും. 3d3 വരെയാണ് Mn4+ൻ്റെ കോൺഫിഗറേഷൻ വരിക. അതേപോലെ നോക്കിയേ, അതേപോലെ നിങ്ങൾ ഏതൊക്കെ ചെയ്യണം? Mn2O3 നിങ്ങൾ ചെയ്യണം, Mn2O7. അതിൽ Mn2O3 ഞാൻ പറഞ്ഞു തരാം. Mn2O3 നോക്കിയേ. നെക്സ്റ്റ് Mn2O3. ഹിയർ Mn2O3 ഫോംസ് എങ്ങനെയാ? 2 മാംഗനീസ് റിയാക്ട് വിത്ത് 3 ഓക്സിജൻ ആറ്റം. Mn2O3യിൽ 2 മാംഗനീസ് ഉണ്ട് അല്ലേ? Mn2 മാംഗനീസ് റിയാക്ട് വിത്ത് 3 ഓക്സിജൻ. അപ്പോൾ ഇവിടെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ദിസ് ഓക്സിജൻ നീഡ്സ് 2 ഇലക്ട്രോൺ, ആൾസോ ദിസ് ഓക്സിജൻ നീഡ്സ് 2 ഇലക്ട്രോൺ ആൻഡ് ദിസ് ഓക്സിജൻ നീഡ്സ് 2 ഇലക്ട്രോൺ. ഇവിടെ 3 ഓക്സിജനും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 2 ഇലക്ട്രോൺ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് മാംഗനീസ് ആണ്, ഡി ബ്ലോക്ക് എലമെൻ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 2 മാംഗനീസ് ഉണ്ട് അല്ലേ? ഇവിടെ 2 2 2 ടോട്ടൽ എത്ര ഇലക്ട്രോൺ? 3 ഓക്സിജനും കൂടി ആവശ്യമാണ്. 6 ഇലക്ട്രോൺ 3 ഓക്സിജനും കൂടി ആവശ്യമാണ്. ഇവർക്ക് 3 പേർക്കും കൂടി ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവണമെങ്കിൽ ഈ 3 ഓക്സിജനും കൂടെ 6 ഇലക്ട്രോൺ വേണം. ആ 6 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ ഇവിടെ ആരുണ്ട്? 2 മാംഗനീസ് ഉണ്ട്. So 1 manganese donate 3 electron and also other manganese donate 3 electrons. So here the oxidation state of manganese Mn3+. അപ്പോൾ Mn3+ ആകുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എന്ത് വരും? 4s2 2 ഇലക്ട്രോൺ, 3d 1 ഇലക്ട്രോൺ. അപ്പോൾ ഏതുവരെ വരും? 3d 3p6 3d4 വരെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരിക. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നോട്ടിൽ എഴുതണം. പിന്നെ അതേപോലെ Mn2O7 അതേപോലെ എന്ത് ചെയ്യണം കേട്ടോ. ടെക്സ്റ്റിൽ ഫിൽ ചെയ്യേണ്ട, നോട്ടിൽ ചെയ്താൽ മതി. ഇതിൻ്റെ താഴെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു S&P ബ്ലോക്ക് എലമെൻസിൻ്റെ ഒക്കെ കേസിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ S ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിലും P ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിലും കെമിക്കൽ റിയാക്ഷനിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ല് മാത്രമേ റിയാക്ഷനിൽ പങ്കെടുക്കുള്ളൂ. ബട്ട് ഇൻ ദി കേസ് ഓഫ് D ബ്ലോക്ക് എലമെൻറ്റ്സ് ഔട്ടർ മോസ്റ്റ് 4s and 3d take part in chemical reaction. So D block element shows variable oxidation state
അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള റീസൺ ആണ് ഇൻ ദി കേസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഔട്ടർ മോസ്റ്റ് 4s and 3d ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. സോ ദേ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നോക്കൂ, നമുക്ക് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കളേർഡ് കോമ്പൗണ്ട്സ്. ഹിയർ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോസ് കളേർഡ് ഓർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് പ്രൊഡ്യൂസസ് കളേർഡ് കോമ്പൗണ്ട്സ്. സാധാരണ ഗ്ലാസസിന്, അതേപോലെ ഡൈസിന്, പെയിൻറ്റിങ്സിനൊക്കെ കളേഴ്സ് കിട്ടാൻ, ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. കോപ്പർ, കൊബാൾട്ട്, പൊട്ടാസ്യം, അയേൺ, അങ്ങനെ ഡിഫറെൻറ്റ് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ സാൾട്ടുകളാണ് കളർ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സബ്സ്റ്റാൻസിന് കളർ കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കളേർഡ് കൊടുക്കുന്ന ട്രാൻസിഷൻ കോമ്പൗണ്ടാണ് കോപ്പർ സൾഫേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ദെൻ ഫെറസ് സൾഫേറ്റ് എക്സെട്ര. ഇവിടെ നോക്കി നോക്കൂ, അപ്പോൾ കളർ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സബ്സ്റ്റാൻസിന് കളർ കൊടുക്കാൻ യൂസ് ചെയ്യുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. Most of the colored salt are compounds of transition elements. The color is due to the presence of transition metals. അപ്പോൾ ഇവിടെ കളർ കോമ്പൗണ്ട്സിന് ഇൻ ദി കേസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ദ കളർ കോമ്പൗണ്ട്സ് ഓർ ദി കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡി ബ്ലോക്ക് മെറ്റൽസ് അല്ലേ. ഇപ്പോൾ കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളറാണ്, അതിന് ബ്ലൂ കിട്ടാൻ കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോപ്പർ. ഇതിന് അടുത്തത് കൊബാൾട്ട് നൈട്രേറ്റ് പിങ്ക് ആണ്, ആ പിങ്ക് കളർ കിട്ടാൻ കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൊബാൾട്ട്. അപ്പോൾ ഡി ബ്ലോക്ക് കോമ്പൗണ്ട്സിന് അതിന് ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടാൻ കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡി ബ്ലോക്ക് മെറ്റൽസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഈ ടേബിൾ കേട്ടോ. നോക്കൂ, കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഗിവിങ് കളർ ടു ഗ്ലാസസ് ആൻഡ് ഇൻ ഓയിൽ പെയിൻറ്റിങ്സ്. നെക്സ്റ്റ് പറയാനുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. Now we are already discussed about S block elements, P block elements and D block elements. ഇത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. Now we are discussed about F block elements. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. നോക്കി നോക്കൂ, അപ്പോൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കാൾഡ് എസ് ബ്ലോക്ക്. ഫ്രം 13 to 18 are called P block. Then 3 to 12 are called D block. Then F block elements belongs to 6th period. The elements belongs to 6th period and 7th periods are called F block elements. 6th പീരിയഡിലും അതേപോലെ തന്നെ 7th പീരിയഡിലും വരുന്ന എലമെൻസിനെയാണ് എന്ത് പറയുന്നത്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദ എലമെൻറ്റ്സ് ബിറ്റ്വീൻ ഓർ ദ എലമെൻറ്റ്സ് കംസ് ആഫ്റ്റർ ലന്താനം. നോക്കി നോക്കൂ, അറ്റോമിക് നമ്പർ 57 ഉള്ള ലന്താനത്തിന് ശേഷം വരുന്ന എലമെൻസിനെ, 6th പീരിയഡിലുള്ള എലമെൻസിനെ ഇവിടെ നോക്കി നോക്കൂ. ലന്താനം 57th ലന്താനം കഴിഞ്ഞിട്ട് അടുത്തത് ഹാഫ്നിയം 72 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ലന്താനം മുതൽ വരുന്ന അത്രയും എലമെൻറ്റ്സ് 6th പീരിയഡിൻ്റെ ബാക്കിയുള്ള എലമെൻറ്റ്സ്. Then the elements in the 7th period after actinium. ആക്ടീനിയത്തിന് ശേഷം വരുന്ന കുറച്ച് എലമെൻറ്റ്സ് 7th പീരിയഡിലുള്ള എലമെൻറ്റ്സും. These are called F block elements. The elements after lanthanum are called lanthanons. And the elements comes after actinium are called actinons. ലന്താനത്തിന് ശേഷം വരുന്ന ഇത്രയും എലമെൻസിനെ എന്ത് പറയും? ലാന്തനോൺസ് എന്ന് പറയും. ദെൻ ആക്ടീനിയത്തിന് ശേഷം വരുന്ന ഇത്രയും എലമെൻസിനെ എന്ത് പറയും? ആക്ടിനോൺസ് എന്ന് പറയും. അപ്പോൾ 6th പീരിയഡിലുള്ള കുറച്ച് എലമെൻസും 7th പീരിയഡിലുള്ള എലമെൻസും ആണ് ഏതിൽ? എഫ് ബ്ലോക്കിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. നോക്കി നോക്കൂ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഫസ്റ്റ് വൺ, ദ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ദ എലമെൻറ്റ്സ് കം ആഫ്റ്റർ ലന്താനം ആൻഡ് ആക്ടിനിയം. ഇപ്പോൾ പറഞ്ഞത് തന്നെ. Then second one, the last electrons in these elements are filled up in anti-penultimate subshell. ആൻറ്റി-പെനൾട്ടിമേറ്റ് സബ്ഷെല്ലിലാണ് എന്ത് ചെയ്യുന്നത്? ആ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ദെൻ ദ എലമെൻറ്റ്സ് ഇൻ ദി ഫസ്റ്റ് റോ ആർ കാൾഡ് ലാന്തനോയിഡ്സ്. ഞാൻ പീരിയോഡിക് ടേബിൾ വെച്ച് കാണിച്ചില്ലേ, ഫസ്റ്റ് റോനെ ലാന്തനോയിഡ്സ് എന്ന് പറയും, ലന്താനത്തിന് ശേഷം വരുന്ന എലമെൻറ്റ്സിന്. ആൻഡ് ദോസ് ഇൻ ദി സെക്കൻഡ് റോസ്, ആക്ടീനിയത്തിന് ശേഷം വരുന്ന എലമെൻറ്റ്സിനെ ആക്ടിനോയിഡ്സ് എന്ന് പറയും.
These sixth and seventh period elements are called, or lanthanoids and actinoids are called, F block elements. Okay. അപ്പോൾ on examining the subshell electronic configuration of F block elements, the last electron is filled in F subshell. അപ്പോൾ എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എഫ് സബ്ഷെല്ലിലാണ്. നമ്മൾ എസ് ബ്ലോക്ക് ആണെങ്കിൽ എസ്സിൽ ഫില്ല് ചെയ്യണു, പി ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ്, ഡി ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലാണ്. ആൻഡ് ഇൻ ദി കേസ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ എഫ് സബ്ഷെൽ.